മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ നിന്നുള്ള കഥയാണ്. കഥയുടെ പേര് കുഞ്ചമൺ പോറ്റിയും മറ്റ് മാന്ത്രികരും. ചാത്തനെ സേവിച്ച് പ്രത്യക്ഷമാക്കിയ പ്രസിദ്ധനായ കുഞ്ചമൺ പോറ്റിയും ഭദ്രകാളിയെ സേവിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ വിശ്വവിശ്രുതനായ മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടും മഹാമാന്ത്രികൻ കടമറ്റത്ത് കത്തനാരും മഹാമന്ത്രവാദി കാലടിയിൽ ഭട്ടത്തിരിയും മന്ത്രവാദി ഉഗ്രമൂർത്തി പുളിയാമ്പള്ളി നമ്പൂതിരിയും ഉൾപ്പെടെയുള്ള മഹാമന്ത്രവാദികളുടെ മന്ത്രതന്ത്രങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. കടമറ്റത്ത് കത്തനാരും അക്കാലത്തുണ്ടായിരുന്ന കുഞ്ചമൺ മഠത്തിൽ മൂത്ത പോറ്റിയും തമ്മിൽ പരിചയമെന്നല്ല വലിയ സ്നേഹമായിരുന്നു. കത്തനാരും വലിയ മന്ത്രവാദിയായതിനാലാണ് അവർ തമ്മിൽ സ്നേഹമായി തീർന്നത്. ഓരോ ദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വഴിയിൽ വെച്ചും മറ്റും കത്തനാരും പോറ്റിയും തമ്മിൽ കാണുകയും അപ്പോഴെല്ലാം പോറ്റി കത്തനാരെ മഠത്തിലേക്ക് ചെല്ലാനായി ക്ഷണിക്കുകയും പതിവായിരുന്നു. ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ കുഞ്ചമൺ മഠത്തിലൊന്ന് പോകാമെന്ന് കത്തനാർ നിശ്ചയിച്ചു. അവർ തമ്മിൽ വലിയ സ്നേഹമായിരുന്നുവെങ്കിലും സ്വൽപ്പം ഉൾത്തിടുക്കമുണ്ടായിരുന്നു. താൻ ചാത്തന്മാരെ തൻ്റെ ഭൃത്യന്മാരെ പോലെ ആക്കിയിട്ടുണ്ടല്ലോ എന്നും അത് കത്തനാർക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്നുമായിരുന്നു പോറ്റിയുടെ വിചാരം. ഇന്ദ്രജാലം, മഹേന്ദ്രജാലം മുതലായ വിദ്യകളിൽ പോറ്റിക്ക് തന്നോളം മിടുക്കില്ലല്ലോ എന്നൊരു വിചാരം കത്തനാർക്കുമുണ്ടായിരുന്നു. അതിനാൽ കത്തനാർ ഒരു കൗശലം പ്രയോഗിച്ചു. കുഞ്ചമൺ പോറ്റി എവിടെയെങ്കിലും വള്ളത്തിലോ ബോട്ടിലോ കയറി പോകുമ്പോൾ ഊനാനും തണ്ടുവലിക്കാനും മറ്റും അന്യന്മാർക്ക് അദൃശ്യരായ ചാത്തന്മാരാണ് പതിവ്. അതുപോലെ തനിക്കും പോകണമെന്ന് നിശ്ചയിച്ച് കത്തനാർ ഒരു വള്ളത്തിൽ കയറി ഊന്നുകാരാരുമില്ലാതെ പുറപ്പെട്ടു. എന്നിട്ട് കുഞ്ചമൺ പോറ്റിയുടെ കടവിൽ ചെന്നെടുത്തു. ആരും ഊനുകയും തുഴയുകയും മറ്റും ചെയ്യാതെ ഒരു വള്ളം വന്ന് അടുക്കുന്നത് കണ്ട് പോറ്റി കടവിലേക്ക് ചെന്നു. അപ്പോൾ കത്തനാർ വള്ളത്തിൽ നിന്ന് കരയ്ക്കിറങ്ങി. ഹേ, ഇതെന്താണ് വള്ളക്കാരാരുമില്ലാതെ പുറപ്പെട്ടത് എന്ന് ചോദിച്ചുകൊണ്ട് കുഞ്ചമൺ പോറ്റി അങ്ങോട്ട് ചെന്നു. അതിനുത്തരമായി കത്തനാർ പറഞ്ഞു, തൽക്കാലം വള്ളക്കാരെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. ഇങ്ങോട്ടുള്ള യാത്ര നിശ്ചയിക്കുകയും ചെയ്തു. അതിനാൽ എന്നെ ഇവിടെ ഇറക്കി കൊണ്ടുവിടണമെന്ന് തോണിയോട് തന്നെ പറഞ്ഞ് ഞാൻ തോണിയിലേക്ക് കയറി. തോണി അന്യസഹായം കിട്ടാതെ ഇവിടെ വന്നടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തോണി തനിയെ വന്നത് കത്തനാരുടെ ഇന്ദ്രജാല വിദ്യ കൊണ്ടാണെന്നും ഇത് തന്നെ ആക്ഷേപിക്കാനായി പ്രയോഗിച്ചതാണെന്നും പോറ്റിക്ക് മനസ്സിലായി. എങ്കിലും പിന്നെയൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ഉടനെ പോറ്റി കത്തനാർക്ക് കുളിക്കാനും ഉണ്ണാനും വേണ്ടതെല്ലാം ചട്ടം കെട്ടിക്കൊടുത്തു. ഭക്ഷണത്തിന് ശേഷം സ്വൈരസല്ലാപം ചെയ്തുകൊണ്ട് രണ്ടുപേരും കൂടി നേരം 4-5 നാഴിക പകലാകുന്നതുവരെ അവിടെ തന്നെ ഇരുന്നു. അതിനുശേഷം കത്തനാർ, നേരം വൈകി തുടങ്ങിയല്ലോ, എനിക്ക് ഇന്ന് തന്നെ പോകേണ്ടിയിരിക്കുന്നു, അതിന് അനുവാദം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പോറ്റി, ഞാൻ പല പ്രാവശ്യം അപേക്ഷിച്ചിട്ടാണ് കത്തനാർ ഇവിടെ വന്നത്. ഒരു 4 ദിവസമെങ്കിലും താമസിയാതെ ഇന്ന് തന്നെ പോകുന്നത് വലിയ സങ്കടമാണ്. എനിക്ക് കത്തനാരോട് ചോദിച്ച് പല സംഗതികളും അറിയാനുണ്ട്. അതിനാൽ നിവൃത്തിയുണ്ടെങ്കിൽ 2 ദിവസമെങ്കിലും ഇവിടെ താമസിച്ചിട്ട് പോയാൽ കൊള്ളാം. അതിന് സൗകര്യമില്ലെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല, ഇഷ്ടം പോലെ ചെയ്യുക, അല്ലാതെ നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് വളരെ നിർബന്ധിച്ചു. എങ്കിലും ഇന്ന് പോകാതിരിക്കാൻ നിവൃത്തിയില്ല. ചങ്ങനാശ്ശേരിയിൽ ഒരു സ്ഥലത്ത് ഇന്ന് എത്തിക്കൊള്ളാമെന്ന് ഞാൻ തീർച്ചയായി പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടാണിപ്പോൾ പോകുന്നത്. താമസിയാതെ ഞാൻ ഇനിയും ഇവിടെ വന്നുകൊള്ളാം എന്ന് പറഞ്ഞ് കത്തനാർ യാത്രയായി. കടവ് വരെ അനുയാത്രയായി പോറ്റിയും വന്നു. അപ്പോൾ കത്തനാരുടെ വള്ളം അവിടെ ഇല്ലായിരുന്നു. ഹോ, നമ്മുടെ വള്ളം ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കത്തനാർ 4 പുറത്തേക്കും മേൽപോട്ട് നോക്കി. അപ്പോൾ വള്ളം കടവിനടുത്ത് നിന്നിരുന്ന ഒരു വലിയ മാവിൻ്റെ മുകളിലിരിക്കുന്നത് കണ്ടിട്ട് ഇത് പോറ്റി തന്നെ അപമാനിക്കാനായി തൻ്റെ ചാത്തന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ച വിദ്യയാണ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കത്തനാർ ഇങ്ങനെ പറഞ്ഞു, ഇതാ എൻ്റെ തോണി ഈ മാവിൻ്റെ മുകളിലിരിക്കുന്നു. ഇവിടുത്തെ കടവിലാണ് ഞാൻ തോണിയിട്ടിരുന്നത്.
അതിനാൽ അത് താഴെ ഇറക്കിച്ച് തരാനുള്ള ചുമതല ഇവിടേക്കാണ് എന്ന് പോറ്റിയോട് പറഞ്ഞു. മാവിൻ്റെ മുകളിലിരിക്കുന്ന വെള്ളം താഴെ ഇറക്കിച്ച് തരാൻ ഞാൻ വിചാരിച്ചാൽ സാധിക്കില്ല കത്തനാരെ. അത് കത്തനാർ തന്നെ എങ്ങനെയെങ്കിലും ഇറക്കി വെച്ച് കൊണ്ടുപോയിക്കൊള്ളണം. ഉപായമൊന്നും പറയേണ്ട പോറ്റി, സംഗതിയൊക്കെ എനിക്കറിയാം. തോണി താഴെ ഇറക്കിച്ച് തരാത്ത പക്ഷം അന്തർജനങ്ങൾ വസ്ത്രമുടുക്കാതെ വെളിയിലിറങ്ങി വന്ന് മാവിന്മേൽ കയറി തോണിയെടുത്ത് താഴെ കൊണ്ടുവരാനുള്ള വിദ്യ ഞാൻ പ്രയോഗിക്കും. അത് കൂടാതെ കഴിക്കുകയല്ലേ നല്ലത്. കത്തനാർ വിചാരിച്ചാൽ അത്രയ്ക്കൊക്കെ സാധിക്കുമോ? എങ്കിൽ പരീക്ഷിച്ചു നോക്കാം. കത്തനാരും പോറ്റിയും തമ്മിൽ ഇത്രയും സംഭാഷണം കഴിഞ്ഞ് നിർത്തിയപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന അന്തർജനങ്ങൾ വിവസ്ത്രകളായി പുറത്തേക്ക് വന്നു തുടങ്ങി. ഇത് കണ്ട് പോറ്റി, അയ്യോ എൻ്റെ കത്തനാരെ, എന്നെ അപമാനിക്കരുതേ, ഞാൻ ഇപ്പോൾ തന്നെ വള്ളം ഇറക്കിച്ചു തരാം എന്ന് പറയുകയും ചാത്തന്മാരെ കൊണ്ട് തോണി ഇറക്കിച്ച് അത് കിടന്നിരുന്ന സ്ഥലത്താക്കി എത്തിച്ചു കൊടുക്കുകയും ഉടനെ അന്തർജനങ്ങളെല്ലാം അകത്തേക്ക് തന്നെ പോവുകയും ചെയ്തു. അപ്പോൾ തന്നെ കത്തനാരും പോറ്റിയും ഇനി ഒരിക്കലും തമ്മിൽ മത്സരിക്കില്ലെന്നും യോജിപ്പോടും സ്നേഹത്തോടും കൂടി ഇരുന്നു കൊള്ളാമെന്നും പരസ്പരം കൈ പിടിച്ച് സത്യം ചെയ്തു. രണ്ടുപേരും ജീവിതാവസാനം വരെ അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്തു. ഇനി കുഞ്ചുമൺ പോറ്റിയും മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടും തമ്മിലുള്ള കഥയാണ്. മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടിലെ ഇല്ലപ്പേര് ആദ്യകാലത്ത് മറ്റപ്പള്ളി എന്ന് മാത്രമായിരുന്നു. ആ ഇല്ലത്ത് നിന്ന് ഒരാൾ ശ്രീ പോർട്ടലിൽ പോയി ഭദ്രകാളിയെ സേവിച്ച് പ്രത്യക്ഷമാക്കി വന്നതിനാൽ അക്കാലം മുതൽ ഇല്ലപ്പേര് ഭദ്രകാളി മറ്റപ്പള്ളി എന്ന് പ്രസിദ്ധമായി തീർന്നു. അതിനാൽ എല്ലാവരും പറയുന്നതും ഈ ഇല്ലക്കാർ എഴുത്തുകുത്തുകളിൽ പേര് വയ്ക്കുന്നതുമെല്ലാം ഇന്നും ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് എന്ന് തന്നെയാണ്. സാക്ഷാൽ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് ഒരിക്കൽ ഒരു തോണിയിൽ കയറി വേമ്പനാട്ട് കായലിൽ കൂടി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. വൈക്കത്ത് പടിഞ്ഞാറ് വശത്തായപ്പോൾ അവിടെ ക്ഷേത്രത്തിൽ ഒരു പാണി കുട്ടുന്നത് കേട്ടു. ആ പാണി ഒരു അസാധാരണ രീതിയിലായിരുന്നതിനാൽ ശാസ്ത്രപ്രകാരം ഇത്ര ശരിയായി ഈ പാണി കുട്ടുന്നത് ആരാണെന്ന് അറിയണം. ഇത് മനുഷ്യരിൽ ആരെങ്കിലുമാണെന്ന് തോന്നുന്നില്ല, ദേവന്മാരിൽ ആരെങ്കിലും ആയിരിക്കണം. ഏതായാലും തോണിയുടെ അടുക്കട്ടെ എന്ന് പറഞ്ഞ് തോണി അടുപ്പിച്ച് നമ്പൂതിരിപ്പാട് കരയ്ക്കിറങ്ങി. കുളിയും കഴിച്ച് ക്ഷേത്രത്തിലെത്തി. അപ്പോൾ അവിടെ ഉത്സവകാലമായിരുന്നു. ഉത്സവ ബലിയുടെ പാണികൊട്ടാണ് നമ്പൂതിരിപ്പാട് കേട്ടത്. ആ പാണി കൂട്ടിയിരുന്നത് ഒരു സ്ത്രീയായിരുന്നു. വൈക്കത്ത് ക്ഷേത്രത്തിൽ പ്രവർത്തിക്കാരും അവകാശികളുമായവരിൽ ഒരു മാരാൻ്റെ വീട്ടിൽ ഒരു കാലത്ത് പുരുഷന്മാരാരുമില്ലാതെ തീർന്നു. ഒരു സ്ത്രീയും 2-3 പെൺകുട്ടികളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് പതിവായി ക്ഷേത്രത്തിൽ നിന്നുള്ള ചോറല്ലാതെ ഉപജീവനത്തിന് യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ആ വീട്ടുകാർ ക്ഷേത്രത്തിൽ പ്രതിദിനം നടത്തേണ്ടുന്ന കൊട്ട്, പാട്ട് മുതലായ പ്രവൃത്തികൾ ആ സ്ത്രീശേഷമുള്ള മാരാന്മാരോട് നല്ല വാക്ക് പറഞ്ഞ് അവരെ കൊണ്ട് നടത്തിച്ച് ചോറ് വാങ്ങി ഉപജീവനം കഴിച്ചു വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉത്സവകാലത്ത് അവിടെ ശേഷമുള്ള മാരാന്മാരെല്ലാവരും കൂടി ആ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് നടത്തേണ്ടുന്ന പ്രവൃത്തികൾ നടത്താതെ മുട്ടിച്ചാൽ അവർക്കുള്ള അവകാശം പോവുകയും ആ അവകാശവും അതിനുള്ള ആദായങ്ങളും കൂടി തങ്ങൾക്ക് കിട്ടുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ച് അവിടെ ആൾപേരായി ആരും അടിയന്തരം നടത്തിക്കൊടുക്കരുതെന്ന് പറഞ്ഞ് നിശ്ചയിച്ചു. പിന്നെ അവർ എല്ലാവരും കൂടി ആ സ്ത്രീയെ വിളിച്ച്, നിങ്ങളുടെ ആൾപേരായിട്ട് ക്ഷേത്രത്തിലെ പ്രവൃത്തികൾ നടത്താൻ ഞങ്ങൾക്കാർക്കും മനസ്സില്ല. നാളെ ഉത്സവബലിയാണ്. അതിൻ്റെ പാണി നടത്തുന്നതിനുള്ള പ്രധാന ചുമതല നിങ്ങളുടെ തറവാട്ടേക്കാണല്ലോ. അതിനാൽ ആരെങ്കിലും വരുത്തി അടിയന്തരം നടത്തിച്ചു കൊള്ളണം, അല്ലെങ്കിൽ അടിയന്തരം മുട്ടും. ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അന്ന് വൈക്കത്തും പെരുന്തൃക്കോവിൽ ക്ഷേത്രം ചില നമ്പൂതിരിമാരുടെ ഊരാൺമയോടും രാജാധിപതിയായ വടക്കുംകൂർ രാജാവിൻ്റെ മേൽക്കോയ്മ സ്ഥാനത്തോടും കൂടിയായിരുന്നതിനാൽ ആ മാരാന്മാർ ആ സ്ത്രീയുടെ ആൾപേരായി ക്ഷേത്രത്തിലെ അടിയന്തരങ്ങൾ നടത്താൻ തങ്ങൾക്ക് മനസ്സില്ലെന്നുള്ള വിവരം ഊരാന്മക്കാരുടെയും രാജാവിൻ്റെ അടുക്കലും കൂടി അറിയിക്കുകയും ചെയ്തു. ആ സാധു സ്ത്രീ വളരെ താഴ്മയോടുകൂടി പല വിധത്തിൽ പറഞ്ഞിട്ടും ദുഷ്ടന്മാരായ ആ മാരാന്മാർ സമ്മതിച്ചില്ല. ആ സ്ത്രീയുടെ ആൾപേരായിട്ട് അടിയന്തരങ്ങൾ നടത്താൻ തങ്ങൾക്ക് മനസ്സില്ലെന്ന് തന്നെ അവർ വീണ്ടും തീർച്ചയായിട്ട് പറഞ്ഞു. അപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാറായതിനാൽ പിറ്റേ ദിവസത്തേക്ക്
ദൂരസ്ഥലങ്ങളിൽ നിന്ന് ആളെ വരുത്തി അടിയന്തരം നടത്താൻ നിവർത്തിയില്ലായിരുന്നു. പാണി പരിചയമുള്ള മാരാന്മാർ അടുക്കലെങ്ങും വേറെ ഉണ്ടായിരുന്നുമില്ല. ആകെപ്പാടെ ആ സ്ത്രീ വിചാരവും വിഷാദവും കൊണ്ട് പരവശിയായി തീർന്നു. അവർ ദുഃഖം കൊണ്ട് അത്താഴമുണ്ണാതെ, എൻ്റെ പെരുന്തൃക്കോവിലപ്പ, അന്നദാന പ്രഭുവേ, എൻ്റെ ചോറ് മുട്ടിക്കല്ലേ, ഇതിന് അവിടെ തന്നെ എന്തെങ്കിലും ഒരു മാർഗമുണ്ടാക്കി തരണേ, അല്ലാതെ ഞാൻ വിചാരിച്ചിട്ട് ഒരു നിവർത്തിയും കാണാനില്ല എന്ന് പറഞ്ഞ് കരഞ്ഞും കൊണ്ട് പോയി കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഉറങ്ങുകയും ഉറക്കത്തിലവർക്ക്, നീ ഒട്ടും ദുഃഖിക്കേണ്ട, നീ ഇപ്പോൾ ഗർഭം ധരിച്ചിട്ടുണ്ട്, നിന്റെ ഉദരത്തിൽ കിടക്കുന്നത് ഒരു പുരുഷപ്രജയാണ്, അതിനാൽ നാളെ ഉത്സവബലിക്ക് നീ തന്നെ പാണി കൊട്ടിയാൽ മതി. നീ രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ ചെല്ലണം. അപ്പോൾ പാണി കൊട്ടാനുള്ള എണ്ണങ്ങളെല്ലാം നിനക്ക് ഞാൻ തോന്നിച്ചു തന്നുകൊള്ളാം എന്ന് തൃക്കോവിലപ്പൻ്റെ ദർശനമുണ്ടാവുകയും ചെയ്തു. അപ്രകാരം തന്നെ ഉത്സവബലിക്ക് ഈ സ്ത്രീയെ കൊണ്ട് പാണി കൊട്ടിച്ചു കൊള്ളണമെന്ന് രാജാവിനും ഊരാൺമക്കാർക്കും തന്ത്രിക്കും കൂടി അന്ന് ദർശനമുണ്ടായി. അതിനാൽ പിറ്റേ ദിവസം രാവിലെ ആ സ്ത്രീ കുളിച്ച് അമ്പലത്തിൽ ചെല്ലുകയും പാണി കൊട്ടിക്കൊള്ളുന്നതിന് രാജാവ് മുതലായവർ അനുവദിക്കുകയും അവർ പാണി കൊട്ടിത്തുടങ്ങുകയും ചെയ്തു. ഇപ്രകാരമാണ് അന്ന് അവിടെ ഉത്സവബലിക്ക് ഒരു സ്ത്രീ പാണി കൊട്ടാനിടയായത്. ആ സ്ത്രീ കുളിച്ച് ക്ഷേത്രത്തിൽ ചെന്നതിന് ശേഷം ഉത്സവബലി കഴിയുന്നതുവരെ അവർക്ക് സുബോധമുണ്ടായിരുന്നില്ല. പെരുന്തൃക്കോവിലപ്പൻ തോന്നിച്ചതുപോലെയൊക്കെ അവർ പ്രവർത്തിച്ചു എന്നേയുള്ളൂ. ഭഗവാൻ തോന്നിച്ചിട്ട് കൊട്ടിയ പാണി ശാസ്ത്രപ്രകാരവും അസാധാരണവുമായിരുന്നത് ഒരു അത്ഭുതമല്ലല്ലോ. പാണിവിധി പ്രകാരമായിരുന്നതിനാൽ ഉത്സവബലി ഭുജിക്കുന്നതിന് ഭൂതങ്ങളെല്ലാം പ്രത്യക്ഷമായി വായും പിളർന്നുകൊണ്ട് തന്ത്രിയുടെ അടുക്കിലേക്ക് എത്തിത്തുടങ്ങി. അന്ന് വൈക്കത്ത് ക്ഷേത്രത്തിൽ തന്ത്രി മേക്കാട്ട് നമ്പൂതിരിയായിരുന്നു. അദ്ദേഹം ഉത്സവബലിയും മറ്റും ഒരുവിധം കഴിച്ചു കൂട്ടി എന്നല്ലാതെ ദിവ്യമായ പാണിക്ക് ചേർന്ന വിധം തൂവാൻ തക്കവണ്ണമുള്ള പഠിത്തവും പരിചയവും തപശക്തിയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഭൂതങ്ങളെ പ്രത്യക്ഷമായി കണ്ടപ്പോഴേക്കും തന്ത്രി പേടിച്ച് വിറച്ചു തുടങ്ങി. ഉത്സവബലി വേണ്ടതുപോലെ ആയില്ലെങ്കിൽ ഭൂതങ്ങൾ തന്ത്രിയെ കൂടി ഭക്ഷിച്ചു കളയുമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഉടനെ നമ്പൂതിരിപ്പാടിനോട്, നമ്പൂതിരി എന്നെ രക്ഷിക്കണം, അല്ലെങ്കിൽ ഇവർ ഇപ്പോൾ എന്നെ പിടിച്ചു ഭക്ഷിക്കും. ഈ ക്ഷേത്രത്തിലെ തന്ത്രം പകുതി ഞാൻ നമ്പൂതിരിക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂതിരിപ്പാട് താറെടുത്ത് മണ്ഡപത്തിൽ ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തന്ത്രി നമ്പൂതിരി മേൽപ്പറഞ്ഞ പ്രകാരം അപേക്ഷിച്ച് പറഞ്ഞത് കേട്ട് നമ്പൂതിരിപ്പാട് മണ്ഡപത്തിൽ നിറങ്ങിച്ചെന്ന് കൈവട്ടകയും പൂപ്പാലികയും വാങ്ങി വിധിപ്രകാരം തൂവാനും ഭൂതങ്ങളെല്ലാം പ്രത്യക്ഷമായി ഉത്സവബലി ഭുജിക്കാനും തുടങ്ങി. ഉത്സവബലി കഴിഞ്ഞപ്പോൾ ഭൂതങ്ങളെല്ലാം വളരെ തൃപ്തിയോടും സന്തോഷത്തോടും കൂടി അന്തർദാനം ചെയ്യുകയും ചെയ്തു. ഭദ്രകാളിയെ സേവിച്ച് പ്രത്യക്ഷമാക്കിയയാളും സകല ശാസ്ത്ര പാരംഗതനും നല്ല മന്ത്രവാദിയും തന്ത്രിയുമായ നമ്പൂതിരിപ്പാട് ഭൂതങ്ങളെ ഭയപ്പെടാതിരുന്നതും അദ്ദേഹം ഉത്സവബലി കഴിച്ചിട്ട് ഭൂതങ്ങളെല്ലാം തൃപ്തിപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തതും ഒരു അത്ഭുതമാണല്ലോ. ഇപ്രകാരമാണ് ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടിലെ തറവാട്ടിലേക്ക് വൈക്കത്തെ തന്ത്രം പകുതി കിട്ടിയത്. ഇപ്പോഴും വൈക്കത്തെ തന്ത്രം മേക്കാട്ട് നമ്പൂതിരിയും മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടും കൂടിയാണ് നടത്തിവരുന്നത്. സാക്ഷാൽ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് വൈക്കത്ത് ക്ഷേത്രത്തിൽ തന്ത്രിയായി അവിടെ താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം കുഞ്ചുമൺ പോറ്റി എവിടെയോ പോയി വരും വഴി വൈക്കത്ത് ചെന്നു ചേർന്നു. ഊണ് കഴിഞ്ഞ് നമ്പൂതിരിപ്പാടും പോറ്റിയും കൂടി ഓരോ വെടികൾ പറഞ്ഞുകൊണ്ടിരുന്ന നേരത്ത് പ്രസംഗവശാൽ പോറ്റി, ഒരു മൂർത്തിയെ സേവിക്കുകയാണെങ്കിൽ ഭദ്രകാളിയെ തന്നെ സേവിക്കണം, ഭദ്രകാളി പ്രസാദിച്ചാൽ സാധിക്കാത്ത കാര്യം യാതൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് ഒടുക്കം അവർ തമ്മിൽ വാദം വലിയ കലശലായി. വാദം മുറുക്കമായപ്പോൾ പോറ്റി, എന്നാൽ നമുക്കത് ഇപ്പോൾ തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം, നമുക്ക് അമ്പലത്തിലേക്ക് പോകാം എന്നും പറഞ്ഞു. അങ്ങനെ തന്നെ എന്ന് നമ്പൂതിരിപ്പാടും പറഞ്ഞു. രണ്ടുപേരും കൂടി പോയി ക്ഷേത്രത്തിലെ മണ്ഡപത്തിൽ കയറിയിരുന്നു. ഉടനെ പോറ്റി, ആരെവിടെ, മൂർക്കാൻ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടിച്ചാത്തൻ ഒരു ഭൃത്യൻ്റെ വേഷത്തിൽ വെറ്റില തേച്ച് തെറുത്ത് മുറുക്കാൻ തയ്യാറാക്കി പോറ്റിക്ക് കൊണ്ടുചെന്ന് കൊടുത്തു. ഉടനെ നമ്പൂതിരിപ്പാട്, കാളി എവിടെ, മുറുക്കാൻ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ സാക്ഷാൽ ഭദ്രകാളി അതിസുന്ദരിയായ മനുഷ്യ സ്ത്രീയുടെ വേഷത്തിൽ മുറുക്കാൻ തയ്യാറാക്കി നമ്പൂതിരിപ്പാടിലേക്കും കൊണ്ടുചെന്ന് കൊടുത്തു.
ഉടനെ പോറ്റി ആരെവിടെ, കോളാമ്പി കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഭൂസ്പർശം കൂടാതെ ഒരാൾ ഒരു കോളാമ്പിയും കൊണ്ട് പോറ്റിയുടെ അടുക്കൽ ആവിർഭവിച്ചു. പോറ്റി ആ കോളാമ്പിയിൽ തുപ്പുകയും ആ ആൾ കോളാമ്പിയും കൊണ്ട് മേൽഭാഗത്തേക്ക് പോയി അന്തർധാനം ചെയ്യുകയും ചെയ്തു. ഉടനെ നമ്പൂതിരിപ്പാട് കാളി എവിടെ, കോളാമ്പി കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്ത്രീ നിലം തൊടാതെ കോളാമ്പിയും കൊണ്ട് നമ്പൂതിരിപ്പാടിലെ അടുക്കൽ ചെല്ലുകയും നമ്പൂതിരിപ്പാട് കോളാമ്പിയിൽ തുപ്പുകയും ആ സ്ത്രീയും മേൽഭാഗത്തേക്ക് പോയി മറയുകയും ചെയ്തു. ഉടനെ കുഞ്ചമൻ പോറ്റി നമ്പൂതിരിപ്പാടിനോട് അവിടം തന്നെ ജയിച്ചു, ഞാൻ മടങ്ങിയിരിക്കുന്നു, ഞാൻ ഇത്രത്തോളം വിചാരിച്ചിരുന്നില്ല എന്ന് സമ്മതിച്ച് യാത്രയും പറഞ്ഞു പോയി. ഉടനെ ഭദ്രകാളി നമ്പൂതിരിപ്പാടിൻ്റെ അടുക്കൽ വീണ്ടും ആവിർഭവിച്ചു. ഇപ്രകാരമുള്ള പ്രവൃത്തി എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചത് ഒട്ടും ശരിയായില്ല. ഈ വകയൊക്കെ എനിക്ക് പ്രയാസമാണ്. അതിനാൽ ഇനി അവിടുന്ന് എന്നെ കാണില്ല. എങ്കിലും അങ്ങ് ന്യായമായി വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇനിയും ഞാൻ സാധിപ്പിച്ചു തന്നുകൊള്ളാം എന്നരുൾ ചെയ്തിട്ട് മറയുകയും അന്ന് മുതൽ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട്ടിലേക്ക് അപ്രത്യക്ഷയായി ഭവിക്കുകയും ചെയ്തു. തിരുവിതാംകൂർ സംസ്ഥാനത്ത് ചങ്ങനാശ്ശേരി താലൂക്കിൽ കാടമുറി ഗ്രാമത്തിൽ കുഞ്ചമൻ പോറ്റി എന്നൊരു മന്ത്രവാദി ഉണ്ടെന്നും ആ തറവാട്ടുകാർക്ക് ചാത്തന്മാർ പ്രത്യക്ഷമാണെന്നും ഇന്നും പ്രസിദ്ധമാണല്ലോ. ഇപ്പോൾ അവിടെയുള്ളവർക്ക് ചാത്തന്മാരെ പ്രത്യക്ഷമായി കാണാൻ പാടില്ലെങ്കിലും ചാത്തന്മാർ ഇന്നും അവരുടെ ആജ്ഞയെ അനുസരിക്കുന്നുണ്ട്. ഇപ്പോഴും അവർ പല സ്ഥലങ്ങളിൽ പോയി ചാത്തൻ്റെ ഉപദ്രവങ്ങൾ ഒഴിപ്പിക്കുന്നുമുണ്ട്. കുഞ്ചമൻ പോറ്റി ഒഴിച്ചാൽ ഒഴിയാത്ത ചാത്തൻ ഇപ്പോഴും എങ്ങുമില്ലെന്നുള്ളത് പ്രസിദ്ധമാണ്. ആവശ്യക്കാർ വന്ന് അപേക്ഷിച്ചാൽ തൽക്കാലം പോകുന്നതിന് സൗകര്യമില്ലെങ്കിൽ കുഞ്ചമൻ പോറ്റിമാർ അവധി വെച്ച് എഴുത്തു കൊടുത്ത് തൽക്കാലത്തേക്ക് ചാത്തന്മാരെ ഒഴിച്ചു നിർത്തുക ഇന്നും പതിവുള്ളതാണ്. ഇന്ന മാസം ഇത്രാം തീയതി നാം ഇവിടെ വരുന്നതാണ്. അതുവരെ നിങ്ങൾ ഈ ഗൃഹത്തിൽ യാതൊരു ഉപദ്രവവും ചെയ്തു പോകരുത്. ഇത് നമ്മുടെ കുട്ടിച്ചാത്തന്മാർ ഗ്രഹിപ്പാൻ കുഞ്ചമൻ പോറ്റി ഇന്നാര്. ഇപ്രകാരമാണ് അവർ എഴുത്തു കൊടുത്തയക്കുന്നത്. ഇപ്രകാരം കുഞ്ചമൻ പോറ്റിയുടെ എഴുത്ത് വാങ്ങിച്ചു കൊണ്ടുപോയി ചാത്തൻ്റെ ഉപദ്രവമുള്ള ഗൃഹത്തിൽ വായിച്ചാൽ അവധി കഴിയുന്നതുവരെ ആ ഗൃഹത്തിൽ യാതൊരു ഉപദ്രവവും ഉണ്ടാകില്ലെന്നുള്ളത് തീർച്ചയായിട്ടുള്ളതും ഇന്നും കണ്ടുവരുന്നതുമാണ്. ചാത്തന്മാരെ സേവിച്ച് പ്രത്യക്ഷമാക്കിയ കുഞ്ചമൻ പോറ്റിയും ഗണപതിയെ പ്രത്യക്ഷമാക്കിയിരുന്ന കാലടിയിൽ ഭട്ടതിരിയും ഒരു കാലത്ത് ജീവിച്ചിരുന്നവരാണ്. മുമ്പൊരിക്കൽ ഒരു കുഞ്ചമൻ പോറ്റി കാലടിയിൽ ഭട്ടത്തിരിയെ കാണാനായി ചെന്നിരുന്നു. പോറ്റി 18 തണ്ട് വെച്ച ഒരു ബോട്ടിലാണ് ചെന്നിരുന്നത്. ഭട്ടത്തിരിയുടെ ഇല്ലം പുഴവക്കത്തായതിനാൽ ബോട്ട് ആ കടവിൽ തന്നെ ചെന്നെടുത്തു. ഉടനെ പോറ്റി കരയ്ക്കിറങ്ങി ഇല്ലത്തേക്ക് ചെന്നു. അപ്പോൾ സന്ധ്യാസമയമായിരുന്നുകൊണ്ട് ഗൃഹസ്ഥനായ ഭട്ടത്തിരി ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോറ്റി മുറ്റത്ത് ചെന്നപ്പോൾ ഭട്ടത്തിരി പുറത്തേക്ക് വന്ന് വേഗം കുളി കഴിഞ്ഞു വരാം എന്ന് പറഞ്ഞ് പോറ്റിയെ കുളിക്കാൻ അയച്ചിട്ട് അകത്തേക്ക് തന്നെ പോയി. പോറ്റി ബോട്ടിലാണ് വന്നതെന്ന് മനസ്സിലാവുകയാൽ പോറ്റിക്കും ബോട്ടുകാർക്കും വേഗത്തിൽ അത്താഴം കാലമാക്കണമെന്ന് ഭട്ടത്തിരി ശട്ടം കെട്ടി. ഭട്ടത്തിരി അന്ത്യം മുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും പോറ്റിയും കുളി കഴിഞ്ഞു വന്നു. പിന്നെ ഭട്ടത്തിരിയും പോറ്റിയും കൂടി പുറത്തളത്തിലിരുന്ന് 2 പേരുടെയും ജപങ്ങളും മറ്റും കഴിച്ചു. കുറച്ചു നേരം കുശല പ്രശ്നവും ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു. അപ്പോഴേക്കും അത്താഴം കാലമാവുകയാൽ 2 പേരും ഊണ് കഴിച്ചു. ഊണ് കഴിഞ്ഞ് പിന്നെയും പുറത്തളത്തിൽ വന്ന് വെടിയും പറഞ്ഞെങ്ങനെ ഇരിക്കുന്ന മധ്യേ ഭട്ടത്തിരി മടപ്പള്ളിക്കാരെ വിളിച്ച് പോറ്റിയുടെ ബോട്ടുകാർക്ക് കൂടെ വേഗത്തിൽ ചോറ് കൊടുക്കാൻ ശട്ടം കെട്ടി. അപ്പോൾ പോറ്റി അതൊന്നും വേണ്ട, നമ്മുടെ ബോട്ടുകാർക്ക് ഭക്ഷണം ഞാൻ തന്നെ കൊടുത്തുകൊള്ളാം, മറ്റാരും കൊടുത്താൽ അവർക്ക് തൃപ്തിയാകില്ല എന്ന് പറഞ്ഞു. ഉടനെ ഭട്ടത്തിരി എന്നാൽ അങ്ങോട്ട് ചെന്ന് ചോറ് വിളമ്പി കൊടുത്തേക്കണം, നമുക്ക് അങ്ങോട്ട് പോകാം, ഞാൻ കൂടി വരാം എന്ന് പറഞ്ഞു. അപ്പോൾ പോറ്റി അതൊന്നും വേണ്ട, ഞാൻ അവർക്ക് അത്താഴം കൊടുത്തു, അവർ പോവുകയും ചെയ്തു, ഇനിയിപ്പോൾ അതിനായിട്ട് ഉത്സാഹിക്കണമെന്നില്ല എന്ന് പറഞ്ഞു. ഇത്രയും കേട്ടപ്പോൾ ഭട്ടത്തിരിക്ക് കാര്യം മനസ്സിലായി. ബോട്ടുകാരൊക്കെ ചാത്തന്മാരായിരിക്കും അല്ലേ എന്ന് ഭട്ടത്തിരിപ്പാട് ചോദിച്ചു. അതെ, ഒരു മൂർത്തിയെ സേവിക്കുകയെന്ന് വെച്ചാൽ ചാത്തന്മാരെ തന്നെ സേവിക്കണം, എങ്കിലേ എല്ലാറ്റിനും ഉപയോഗപ്പെടൂ എന്ന് പോറ്റി പറഞ്ഞു.
വെറുതെ 10-20 പേർക്ക് കൂടി രാത്രികാലത്ത് അരി വയ്ക്കാൻ ഇടയാക്കുകയും പോറ്റി ഇപ്രകാരം പറയുകയും ചെയ്തത് തന്നെ അപമാനിക്കാനായിരുന്നു എന്നും ഗണപതിയെ സേവിച്ചാൽ എല്ലാറ്റിനും ഉപയോഗപ്പെടുകയില്ലെന്നാണ് പോറ്റിയുടെ വാക്കിൻ്റെ സാരമെന്ന് മനസ്സിലാവുകയാൽ ഭട്ടത്തിരിയുടെ മനസ്സിൽ അല്പം വല്ലായ്മയുണ്ടായി. എങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ ചിരിച്ചുകൊണ്ട് അത് ശരിയാണ് എന്ന് സമ്മതിച്ചു. പിന്നെയും രണ്ടുപേരും കൂടി വളരെ നേരം സംഭാഷണം ചെയ്തുകൊണ്ടിരുന്ന ശേഷം പോറ്റിക്ക് കിടക്കുന്നതിനെല്ലാം തയ്യാറാക്കി കുടിപ്പിച്ചിട്ട് ഭട്ടത്തിരി അകത്തേക്ക് പോയി. രണ്ടുപേരും കിടന്നുറങ്ങുകയും ചെയ്തു. വെളുപ്പാൻ കാലത്ത് രണ്ടുപേരും ഉണർന്നെഴുന്നേറ്റ് പുറന്തളത്തിൽ വന്നു. പോറ്റി അപ്പോൾ തന്നെ യാത്രയും പറഞ്ഞ് ബോട്ട് കയറാൻ പോയി. ഭട്ടത്തിരി കുളിക്കാനും പോയി. പോറ്റി കടവിൽ ചെന്ന് നോക്കിയപ്പോൾ ബോട്ട് അവിടെ കാണാനില്ലായിരുന്നു. ബോട്ട് കള്ളന്മാർ വല്ലവരും മോഷ്ടിച്ചു കൊണ്ടുപോയതായിരിക്കാമെന്ന് വിചാരിച്ച് പോറ്റിക്ക് വളരെയധികം ദുഃഖം വന്നു ചേർന്നു. ബോട്ട് പൂട്ടിയിരുന്ന താഴും തുടലും ഒന്നും തന്നെ കാണാനില്ലായിരുന്നു. ഉടനെ പോറ്റി പരിഭ്രമിച്ച് ഭട്ടത്തിരി കുളിക്കുന്നിടത്ത് ചെന്ന് വിവരം പറഞ്ഞു. അപ്പോൾ ഭട്ടത്തിരി, ഇവിടെ നിന്ന് ഒരു സാമാനവും കള്ളന്മാർ കൊണ്ടുപോകാറില്ല. ഇതും കള്ളന്മാർ കൊണ്ടുപോയതാണെന്ന് തോന്നുന്നില്ല. ഇവിടെ ഒരൊറ്റക്കൊമ്പനുണ്ട്. ഇതയാളുടെ നേരം പോക്കായിരിക്കണം. ഏതായാലും പരിഭ്രമിക്കേണ്ട, നിവൃത്തിയുണ്ടാകും എന്ന് പറഞ്ഞു. പിന്നെ ഭട്ടത്തിരി അവിടെ നിന്നുകൊണ്ട് മേൽപോട്ട് നോക്കിയപ്പോൾ ബോട്ട് ആ കടവിൽ നിൽക്കുന്ന ആലിൻ്റെ മുകളിലിരിക്കുന്നത് കണ്ടു. ഉടനെ പോറ്റിയോട്, ഹാ, എന്നെ തൊട്ടുകൊണ്ട് മേൽപോട്ട് നോക്കൂ എന്ന് ഭട്ടത്തിരി പറയുകയും പോറ്റി അപ്രകാരം നോക്കുകയും ചെയ്തു. അപ്പോൾ ആലിൻ്റെ മുകളിൽ ഒരു കൊമ്പത്ത് ബോട്ട് കയറ്റിവെച്ച് തുമ്പിക്കൈ കൊണ്ട് താങ്ങി പിടിച്ചും കൊണ്ട് ഗണപതി ഇരിക്കുന്നത് പോറ്റിയും കണ്ടു. ഇത് താൻ തലേ ദിവസം പറഞ്ഞതിന് തന്നെ അബദ്ധമാക്കാനുള്ള വിധിയാണിതെന്ന് പോറ്റിക്ക് മനസ്സിലാവുകയാൽ പോറ്റി ഭട്ടത്തിരിയോട് മാപ്പ് ചോദിച്ചു. ഉടനെ ഭട്ടത്തിരി ഗണപതിയോട്, അതിങ്ങ് കൊടുത്തേക്കൂ, അദ്ദേഹത്തിന് പോകാൻ വൈകിയെന്ന് പറയുന്നു, വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഗണപതി അവിടെ ഇരുന്നു കൊണ്ട് ബോട്ടെടുത്ത് പുഴയിലേക്ക് ഇട്ടുകൊടുത്തു. ആലിൻ്റെ മുകളിൽ നിന്നും ബോട്ട് വെള്ളത്തിൽ വീഴുന്നത് കണ്ടപ്പോൾ ബോട്ട് പൊട്ടിപ്പോയി എന്ന് പോറ്റിക്ക് തോന്നി. എങ്കിലും അതിന് ഒരു കേടും സംഭവിച്ചില്ല. പോറ്റിക്ക് വളരെ ബഹുമാനവും അത്ഭുതവും ഉണ്ടായി. ബോട്ട് കിട്ടിയെങ്കിലും ബോട്ടുകാരില്ലാതെ പോറ്റി പിന്നെയും ദുഃഖിതനായി തീർന്നു. ഗണപതിയെ പേടിച്ച് ചാത്തന്മാരാരും അടുത്തു വരില്ല. അത് ഭട്ടത്തിരിയോട് പറയാൻ പോറ്റിക്ക് വളരെ ലജ്ജയും മടിയും തോന്നുകയാൽ ഒന്നും മിണ്ടാതെ കുറച്ചു നേരം അങ്ങനെ പരുങ്ങലായിട്ട് നിന്നു. ഒടുക്കം നിവൃത്തിയില്ലെന്ന് തോന്നുകയാൽ ആ വിവരവും പോറ്റി ഭട്ടത്തിരിയോട് പറഞ്ഞു. പിന്നെ ഭട്ടത്തിരി, ഭയപ്പെടേണ്ട, അവർ വന്നോട്ടെ, അയാളൊന്നും ഉപദ്രവിക്കാതെ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. പിന്നെ ചാത്തന്മാർ വന്ന് ബോട്ടിൽ കയറി. പോറ്റി വഴിപാടിന് പണവും കൊടുത്ത് ഗണപതിയെ തൊഴുതും കൊണ്ട് പോവുകയും ചെയ്തു. കാലടിയിൽ ഭട്ടത്തിരിമാർക്ക് പ്രത്യക്ഷമായിരുന്ന ഗണപതി പിന്നെ അങ്ങനെയല്ലാതായതിൻ്റെ കാരണം കൂടി പറയാതെ ഉപസംഹരിക്കുന്നത് വിഹിതമല്ലെന്ന് വിചാരിച്ച് ഇതുകൂടി പറഞ്ഞുകൊള്ളുന്നു. ഒരിക്കൽ ഒരു കപ്പൽ കച്ചവടക്കാരൻ വില പിടിച്ചവയായ അനേകം സാമാനങ്ങൾ കയറ്റിക്കൊണ്ട് വടക്ക് നിന്ന് തെക്കോട്ട് കൊണ്ടുപോയ ഒരു കപ്പൽ സമുദ്രത്തിൽ താണുപോയി. കപ്പലിലുണ്ടായിരുന്നവർ മിക്കപേരും ഒരുവിധം മരിക്കാതെ കരയ്ക്ക് കയറി. കപ്പലിൻ്റെ ഉടമസ്ഥനും മരിച്ചില്ല. കപ്പൽ ഛേദം കൊണ്ട് വളരെ നഷ്ടമുള്ളതിനാൽ കപ്പലിൻ്റെ ഉടമസ്ഥൻ ദുഃഖിച്ചുകൊണ്ട് നടക്കുമ്പോൾ കാലടിയിൽ ഭട്ടത്തിരിക്ക് ഗണപതി പ്രത്യക്ഷമാണെന്നും അവിടെ ചെന്ന് പറഞ്ഞാൽ ഇതിനെന്തെങ്കിലും നിവൃത്തി ഉണ്ടാക്കി തരുമെന്നും ആരോ അവനോട് പറഞ്ഞു. ഉടനെ ആ കച്ചവടക്കാരൻ കാലടിയിലെത്തി. ഭട്ടത്തിരിയെ കണ്ട് വിവരമെല്ലാം പറയുകയും സാമാനങ്ങൾക്കൊന്നും നഷ്ടവും കപ്പലിന് കേടും കൂടാതെ കപ്പൽ ഉയർത്തി കൊടുത്താൽ കപ്പലിലുള്ള സാമാനത്തിൻ്റെ പകുതി വില ഭട്ടത്തിരിക്ക് കൊടുത്തേക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഉടനെ ഭട്ടത്തിരി കപ്പൽ ഉയർത്തിച്ചു കൊടുക്കാമെന്ന് സമ്മതിച്ചു. പിന്നെ ഗണപതിയുടെ അടുക്കൽ ചെന്ന് ഈ വിവരം പറഞ്ഞു. അപ്പോൾ ഗണപതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പ്രയാസമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭട്ടത്തിരി, ഈ കാര്യം സാധിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഏറ്റുപോയതാണ്. ഇത് ഏത് വിധവും നിർവഹിച്ചു തരണമെന്ന് നിർബന്ധിച്ച് പറഞ്ഞു. ഉടനെ ഗണപതി പോയി സമുദ്രത്തിൽ മുങ്ങി കപ്പൽ തൻ്റെ ഒറ്റക്കൊമ്പുകൊണ്ട് ഉയർത്തി കൊടുക്കുകയും കച്ചവടക്കാരൻ പറഞ്ഞിരുന്നത് പോലുള്ള ദ്രവ്യം
ഭട്ടത്തിരിക്ക് കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം ഗണപതി ഭട്ടത്തിരിയോട്, നിങ്ങൾക്ക് ദ്രവ്യത്തിങ്കിലുള്ള അത്യാഗ്രഹം കൊണ്ട് ഇന്നതയെ പറയാവൂ എന്നില്ലാതെയായിരിക്കുന്നു. അത് ഞാൻ നിങ്ങൾ പറയുന്നത് പോലെയെല്ലാം ചെയ്തുകൊണ്ട് പ്രത്യക്ഷമായിട്ടിരുന്നതുകൊണ്ടുള്ള അഹമതി നിമിത്തമാണ്. അതിനാൽ ഇനി നിങ്ങൾ എന്നെ പ്രത്യക്ഷമായി കാണുകയില്ല. എങ്കിലും നിങ്ങൾ എന്നെ വളരെ സേവിച്ചിട്ടുള്ളതുകൊണ്ട് ഇനിയും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സാധിപ്പിച്ചു തന്നുകൊള്ളാം. ദുസ്സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ അന്യന്മാർക്ക് സാധിപ്പിച്ചു കൊടുക്കുന്നതിനായിട്ടും അത്യാഗ്രഹ നിമിത്തവും യാതൊന്നും എന്നോടിനി അപേക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് മറയുകയും ചെയ്തു. അതിൽ പിന്നെ ആ ഇല്ലത്തുള്ളവർ ഗണപതിയെ പ്രത്യക്ഷമായി കണ്ടിട്ടില്ല. എങ്കിലും അവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കൊണ്ടു തന്നെയിരുന്നു. കാലക്രമേണ ആ ഇല്ലത്തുള്ളവർക്ക് മുമ്പുണ്ടായിരുന്നവരെ പോലുള്ള തപശക്തിയും ഗണപതിയെക്കുറിച്ചുള്ള ഭക്തിയും സേവയും കുറഞ്ഞു തുടങ്ങി. അപ്പോൾ കാര്യസിദ്ധികളും അങ്ങനെയായി തീർന്നു. എങ്കിലും കാലടിയിൽ ഗണപതിയുടെ ശക്തിയും മഹാത്മ്യവും ഇന്നും അശേഷമില്ലാതെയായി എന്ന് പറഞ്ഞുകൂടാ. അപ്രകാരം തന്നെ കാലടിയിൽ ഭട്ടത്തിരിമാരുടെ മന്ത്രവാദവും മറ്റുള്ള പാരമ്പര്യക്കാരായ മന്ത്രവാദികളുടെ മന്ത്രവാദത്തേക്കാൾ ഇപ്പോഴും പലിച്ചു കാണുന്നുണ്ട്. കലിയുഗം മൂത്തിരിക്കുന്ന ഇക്കാലത്ത് മുൻകാലങ്ങളിലെ പോലെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ പ്രയാസമുണ്ടല്ലോ. പുളിയാമ്പള്ളി നമ്പൂരി ഒരു ഉത്തമ ബ്രാഹ്മണനും നല്ല ശാക്തേനുമായിരുന്നു. ദിവസം തോറും ഇദ്ദേഹത്തിന് ദേവിയെ ഉപാസന പതിവുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, കറുത്തവാവ് മുതലായ ദിവസങ്ങളിൽ മദ്യമാംസാദി നിവേദ്യ സാധനങ്ങളോടുകൂടി വിധിപ്രകാരമുള്ള ശക്തി പൂജയും ഉണ്ടായിരുന്നു. പൂജാനന്തരം അദ്ദേഹം ധാരാളമായി മദ്യം സേവിക്കാറുമുണ്ട്. ദേവി അദ്ദേഹത്തിന് പ്രത്യക്ഷമൂർത്തിയുമായിരുന്നു. ഇദ്ദേഹം മദ്യമാംസാദികൾ കൂട്ടി ശക്തിപൂജ കഴിക്കുകയും മദ്യം സേവിക്കുകയും ചെയ്യുന്ന വിവരം മറ്റുള്ള ബ്രാഹ്മണർ അറിഞ്ഞു. എങ്കിലും ഇദ്ദേഹത്തിൻ്റെ ദിവ്യത്വ നിമിത്തം അതൊന്നും കണ്ടുപിടിക്കുന്നതിനും ഇദ്ദേഹത്തിന് പതിത്വം കൽപ്പിക്കുന്നതിനും ആർക്കും തന്നെ കഴിഞ്ഞില്ല. ഇദ്ദേഹം ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് നമ്പൂതിരിമാർ കൂടിയിരുന്നുകൊണ്ട്, ഇയാൾ ശുദ്ധ നീചനാണ്, ഇതൊക്കെ ബ്രാഹ്മണർക്ക് ചേരുന്നതാണോ? നമുക്കിനി ഈ കള്ളുകുടിയനെ നമ്മുടെ ഇല്ലങ്ങളിൽ യാതൊരു അടിയന്തരത്തിനും ക്ഷണിക്കരുത്. ക്ഷണിക്കാതെ വന്നാൽ അടിച്ച് പുറത്തിറക്കണം. നമുക്കാർക്കും യാതൊരു അടിയന്തരത്തിനും ഇയാളുടെ അവിടെ പോവുകയും വേണ്ട എന്നൊക്കെ പറയും. എങ്കിലും ഇദ്ദേഹത്തോട് നേരിട്ട് ഒന്നും പറയാൻ ആർക്കും യുക്തിയുണ്ടായതുമില്ല. തക്കതായൊരു ലക്ഷ്യം കിട്ടാതെ ഒരാൾക്ക് ഭ്രഷ്ട് കൽപ്പിക്കുന്നത് എങ്ങനെയാണ്? അതിനാൽ വല്ലതും ലക്ഷ്യം കണ്ടുപിടിക്കണമെന്ന് നിശ്ചയിച്ച് സ്വദേശികളായ നമ്പൂതിരിമാരെല്ലാവരും കൂടി അതിന് തരം നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച നാൾ പുളിയാമ്പള്ളി നമ്പൂതിരി ശക്തി പൂജയ്ക്ക് മദ്യം വാങ്ങാനായി പോയിരിക്കുന്നു എന്നുള്ള വിവരം നമ്പൂതിരിമാർക്ക് അറിവ് കിട്ടി. ഉടനെ അവർ പലർ കൂടി അദ്ദേഹം മദ്യവും കൊണ്ടുവരുമ്പോൾ ഇടയ്ക്ക് വെച്ച് പിടിക്കണമെന്ന് നിശ്ചയിച്ച് വഴിവക്കത്ത് ഒരു സ്ഥലത്ത് ചെന്നൊളിച്ചിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പുളിയാമ്പള്ളി നമ്പൂരി മദ്യക്കുംഭവും തലയിൽ വെച്ച് വരവായി. ഉടനെ നമ്പൂതിരിമാരെല്ലാവരും കൂടി ചുറ്റും ചെന്ന് വളഞ്ഞു. കാര്യം പറ്റിപ്പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ഈ കുടത്തിൽ എന്താണെന്ന് ചോദിച്ചു. ഇവർ തന്നെ ചതിക്കാൻ വന്നിരിക്കുന്നവരാണെന്ന് പുളിയാമ്പള്ളി നമ്പൂരിക്ക് മനസ്സിലായി. ഇവരുടെ ചതിയൊന്നും തന്നോട് പറ്റുകയില്ലെന്ന് ഇദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ടായിരുന്നുവെങ്കിലും ഇവരുടെ ഉത്സാഹം വലിച്ചു എന്ന് വിചാരിച്ച് കുറച്ചും കൂടി സന്തോഷമുണ്ടാക്കിയിട്ട് പിന്നീട് അബദ്ധമാക്കി വിടാമെന്ന് വിചാരിച്ച് തൽക്കാലം ഒന്നും മിണ്ടാതെ പരുങ്ങാൻ ഭാവിച്ചു. അപ്പോഴേക്കും നമ്പൂരിമാർക്ക് ഉത്സാഹം വർദ്ധിച്ചു. എന്താ കുടത്തിൽ, എന്താ കുടത്തിൽ എന്നെല്ലാവരും ചോദ്യവും മുറുക്കവുമായി. പുളിയാമ്പള്ളി നമ്പൂരി വലിയ ജാളിത ഭാവിച്ച ഭാവത്തിൽ ആരുടെയും നേരെ നോക്കാതെ മുഖം കുമ്പിട്ട് കീഴ്പോട്ട് നോക്കിക്കൊണ്ട് ഇതിൽ വിശേഷിച്ച ഒന്നുമില്ല എന്ന് പതുക്കെ പറഞ്ഞു. അപ്പോൾ ചിലർ എന്നാൽ കുടം അഴിച്ചു കാണണം എന്നായി. ചിലർ കുടം പിടിച്ച് താഴെ ഇറക്കി വെച്ചു. അപ്പോൾ മദ്യത്തിൻ്റെ ഗന്ധം ധാരാളമായി വന്നതുകൊണ്ട് കുടത്തിനകത്ത് എന്താണെന്ന് നമ്പൂരിമാർക്ക് നിശ്ചയമായി. അതിനാൽ കുടം അടച്ചു കെട്ടിയിരിക്കുന്നത് അഴിച്ചു കാണണമെന്നുള്ള മുറുക്കം കലശലായി കഴിഞ്ഞു. അപ്പോൾ പുളിയാമ്പള്ളി നമ്പൂരി എന്തിനഴിച്ചു കാണുന്നു? ഇതിൽ കുറച്ച് കളിയടക്കിയാണ്.
അകായിലേക്ക് 3 കൂട്ടാൻ കളിയടക്ക വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടു പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂരിമാർ, എന്നാൽ ഈ കളിയടക്ക ഞങ്ങൾക്കൊന്ന് കാണണമെന്നായി. എന്തിനു വളരെ പറയുന്നു. കുടമഴിച്ച് കാണിക്കാൻ അദ്ദേഹം അടിക്കും തോറും കുടത്തിൽ മദ്യമാണെന്നുള്ള നിശ്ചയവും അഴിച്ച് കാണണമെന്നുള്ള നിർബന്ധവും നമ്പൂരിമാർക്ക് കലശലായി തീർന്നു. അഴിച്ച് കാണിക്കാതെ വിട്ടയക്കില്ലെന്ന് തീർച്ചയായപ്പോൾ പുളിയാമ്പിള്ളി നമ്പൂരി എന്നാൽ കണ്ടോളീൻ എന്ന് പറഞ്ഞ് കുടത്തിൻ്റെ മൂടിയഴിച്ചു. നമ്പൂരിമാർ നോക്കിയപ്പോൾ കുടം നിറച്ച് ഒന്നാന്തരം കളിയടക്കിയിരിക്കുന്നു. നമ്പൂരിമാരെല്ലാം മദ്യമമായി പോയി എന്ന് പറയേണ്ടതില്ലല്ലോ. എല്ലാവരും പോയപ്പോൾ പുളിയാമ്പിള്ളി നമ്പൂരി കുടം പൂർവ്വസ്ഥിതിയിൽ അടച്ചുകെട്ടി എടുത്തും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇല്ലത്തേക്ക് പോയി. പൂജയുടെ സമയമായപ്പോൾ കളിയടക്ക മദ്യം തന്നെ ആയിത്തീരുകയും ചെയ്തു. ഇങ്ങനെ പല വിധത്തിൽ പരീക്ഷിച്ചിട്ടും ഇദ്ദേഹം മദ്യപാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് തക്കതായൊരു ലക്ഷ്യം കണ്ടുപിടിക്കുന്നതിന് നമ്പൂരിമാർ വിചാരിച്ചിട്ട് കഴിഞ്ഞില്ല. പൂജിക്കുന്നതും മദ്യം സേവിക്കുന്നതും പുരയ്ക്കകത്ത് തന്നെയാണ് പതിവ്. അത് രാത്രി കാലങ്ങളിലായിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സമയങ്ങളിൽ ആരെങ്കിലും കാണാൻ ചെന്നാൽ ഇപ്പോൾ സമയമില്ല, രാവിലെ ആകട്ടെ എന്ന് പറയുന്നതിന് ഭൃത്യന്മാരെ ചട്ടം കെട്ടിയിരിക്കും. പിന്നെ രാത്രി സമയത്ത് വാതിലടച്ച് കിടക്കുന്ന ഇദ്ദേഹത്തിനെ ആർക്കെങ്കിലും ചെന്ന് കാണാൻ കഴിയുമോ? പകൽ പുറത്ത് കാണുമ്പോഴേക്കും കുടിച്ചിട്ടുണ്ടായിരിക്കുകയുമില്ല. പിന്നെ എന്ത് നിവർത്തിയാണുള്ളത്? ഇങ്ങനെ ഒരു നിവർത്തി മാർഗവുമില്ലാതെ വളരെ കാലം വിഷമിച്ചതിന് ശേഷം നമ്പൂതിരിമാരെല്ലാവരും കൂടി വിവരം രാജാവിനെ അറിയിച്ചു. ശക്തി പൂജയുള്ള ദിവസം നിശ്ചയമായി അറിഞ്ഞു പറയുക നിവർത്തി ഉണ്ടാക്കാമെന്ന് രാജാവ് കൽപ്പിച്ചു. പിന്നെ നമ്പൂരിമാരെല്ലാവരും കൂടി കർക്കടകത്തിൽ കറുത്ത വാവിൻ്റെ നാൾ ശക്തി പൂജയുണ്ടെന്നുള്ള വിവരം സൂക്ഷ്മമായി അറിഞ്ഞ് രാജാവിങ്കൽ ഗ്രഹിപ്പിച്ചു. പുളിയാമ്പിള്ളി നമ്പൂരി പതിവ് പോലെ പൂജയും കഴിച്ച് മദ്യവും സേവിച്ച് മതാന്ത ഹൃദയനായി കിടന്ന സമയം അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരാനായിട്ട് രാജാവ് ആളയച്ചു. രാജാവിൻ്റെ ആൾ നമ്പൂരിയുടെ ഇല്ലത്ത് ചെന്ന് വിവരം ദാസി മുഖാന്തരം അകായിൽ ഗ്രഹിപ്പിച്ചു. അന്തർജനം ആ വിവരം നമ്പൂരിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു. അപ്പോൾ മദ്യത്തിൻ്റെ ലഹരി കൊണ്ട് ബോധം കെട്ടുകിടന്ന നമ്പൂരി, ആട്ടെ, നിലാവ് ഉദിക്കുമ്പോൾ ചെല്ലാം, ഇപ്പോൾ ഈ ഇരട്ടത്ത് പ്രയാസമുണ്ടെന്ന് പറഞ്ഞേച്ചേക്ക് എന്ന് പറഞ്ഞു. അന്തർജനം ആ വിവരം ദാസി മൂലം രാജഭൃത്യനോട് പറഞ്ഞയക്കുകയും ചെയ്തു. പുളിയാൻപിള്ളി നമ്പൂരി വെളിവ് കൂടാതെ വരുന്നത് കാണുന്നതിനും രാജാവിനെ കൂടി സാക്ഷിയായി വെച്ചുകൊണ്ട് ഭ്രഷ്ട് കൽപ്പിക്കുന്നതിനുമായി അന്ന് രാജാവിൻ്റെ സന്നിധിയിൽ അസംഖ്യം നമ്പൂരിമാർ കൂടിയിരുന്നു. അപ്പോൾ ഭൃത്യൻ വന്ന്, നമ്പൂരി നിലാവുദിക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് രാജാവിൻ്റെ അടുക്കൽ അറിയിച്ചു. അത് കേട്ട് നമ്പൂരി മദ്യപാനം ചെയ്ത് വെളിവ് കൂടാതെ പറഞ്ഞയച്ചതാണെന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തി. കറുത്ത വാവിനാൾ ചന്ദ്രൻ ഉദിക്കുകയെന്നുള്ളത് ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതിനാൽ അത് സുബോധമുള്ളവർ പറയുന്നതല്ലല്ലോ. അപ്പോൾ രാത്രി ഏറെ അധികമായതിനാൽ നമ്പൂരിമാരാരും തന്നെ അവരവരുടെ ഇല്ലങ്ങളിലേക്ക് പോയില്ല. രാജാവ് പള്ളിയറയിലേക്ക് എഴുന്നള്ളിയതിന് ശേഷവും എല്ലാവരും രാജഭവനത്തിൽ തന്നെ ഓരോ സ്ഥലത്ത് പോയി കിടന്നുറങ്ങി. ഏകദേശം അർദ്ധരാത്രിയായപ്പോൾ പുളിയാമ്പിള്ളി നമ്പൂരിക്ക് ബോധം വീണു. അപ്പോൾ അദ്ദേഹത്തിന് രാജാവിൻ്റെ ആൾ വന്നിരുന്നു എന്നോ താൻ എന്തോ ഒരു അബദ്ധം പറഞ്ഞയച്ചു എന്നോ ഏതാണ്ടൊക്കെ ഒരു സ്വപ്നം കണ്ടതുപോലെ ഓർമ്മ തോന്നുകയാൽ വിവരം അന്തർജനത്തോട് ചോദിക്കുകയും ഉണ്ടായ വസ്തുത അന്തർജനം തുറന്നു പറയുകയും ചെയ്തു. നിലാവുദിക്കുമ്പോൾ ചെല്ലാമെന്നാണ് പറഞ്ഞയച്ചിരിക്കുന്നതെന്ന് കേട്ടപ്പോൾ നമ്പൂരി തൽക്കാലം ഒന്ന് അന്താളിച്ചു. എങ്കിലും സർവലോകൈക മാതാവായിരിക്കുന്ന സാക്ഷാൽ ശക്തിയുടെ സഹായമുള്ളതുകൊണ്ട് തനിക്ക് ഒന്നും ദുസ്സാധ്യമായും അവമാനകരമായും വരില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി അദ്ദേഹം ഉടനെ എഴുന്നേറ്റ് രാജസന്നിധിയിലേക്ക് പുറപ്പെട്ടു. പുറത്തേക്കിറങ്ങി നോക്കിയപ്പോൾ പൂർണ്ണചന്ദ്രൻ ആകാശത്ത് പ്രകാശിച്ചു നിൽക്കുന്നതും നല്ല വിശദ ചന്ദ്രിക ലോകമെങ്ങും നിറഞ്ഞ് പരന്നിരിക്കുന്നതായും കാണപ്പെട്ടു. അതിനാൽ അത്യധികം സന്തുഷ്ടഹൃദയനായ നമ്പൂരി വേഗത്തിൽ രാജഭവനത്തിലെത്തി രാജാവ് കിടന്നുറങ്ങുന്ന പള്ളിയറ വാതിക്കൽ ചെന്ന് മുട്ടി വിളിച്ചു. ഉടനെ രാജാവ് ഉണർന്ന് ആരാണത് എന്ന് ചോദിച്ചു. ഞാൻ തന്നെ, പുളിയാമ്പിള്ളി എന്ന് നമ്പൂരി ഉത്തരം പറഞ്ഞപ്പോൾ എന്താ നിലാവുദിച്ചുവോ എന്ന് രാജാവ് ചോദിച്ചു. ഊ അങ്ങുന്നേ,
പുറത്തിറങ്ങി നോക്കിയാൽ കാണാം എന്ന് നമ്പൂരി പറഞ്ഞു. ഉടനെ രാജാവ് പുറത്തേക്കിറങ്ങി നോക്കിയപ്പോൾ പൂർണ്ണചന്ദ്രനെയും ചന്ദ്രികാ പ്രകാശത്തെയും കണ്ട് അത്യധികം വിസ്മയിച്ചു. അപ്പോൾ തന്നെ രാജാവ് ഭൃത്യന്മാരെ പറഞ്ഞയച്ച് നമ്പൂരിമാരെയെല്ലാം വിളിച്ചുണർത്തി. എല്ലാവരും ഇത് കണ്ട് അത്യധികം അത്ഭുതപ്പെട്ടു. രാജാവ് പുളിയാമ്പിള്ളി നമ്പൂരിക്ക് അനവധി സമ്മാനങ്ങളും കൊടുത്ത് സന്തോഷിപ്പിച്ചയച്ചു. അദ്ദേഹത്തിൻ്റെ ഇല്ലത്തെത്തിയപ്പോഴേക്കും ചന്ദ്രനും ചന്ദ്രികയും മറഞ്ഞ് നല്ല ഇരുട്ടാവുകയും ചെയ്തു. ആ കാണപ്പെട്ടത് സാക്ഷാൽ ചന്ദ്രനും ചന്ദ്രികയുമല്ലായിരുന്നെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. ഭക്തവത്സലയായ ദേവി ഭക്തനായ നമ്പൂരിക്ക് അപമാനം സംഭവിക്കാതിരിക്കാൻ വേണ്ടി തൻ്റെ കുണ്ടലങ്ങളിൽ ഒന്നെടുത്ത് ഉയർത്തിപ്പിടിക്കുകയായിരുന്നു ചെയ്തത്. അത് കണ്ടവർക്കെല്ലാം ചന്ദ്രനായിട്ടും അതിൻ്റെ ശോഭ ചന്ദ്രികയായിട്ടും തോന്നി എന്നേയുള്ളൂ. ഇപ്രകാരം പലരും പല വിധത്തിൽ പരീക്ഷിച്ചിട്ടും പുളിയാമ്പിള്ളി നമ്പൂതിരിയെ അപമാനിക്കാനോ അദ്ദേഹത്തിൻ്റെ മദ്യപാനത്തെ പ്രത്യക്ഷപ്പെടുത്തുന്നതിനോ അദ്ദേഹത്തിന് ഭ്രഷ്ട് കൽപ്പിക്കുന്നതിനോ കഴിഞ്ഞില്ല. ദേവി പ്രസാദം വേണ്ടതുപോലെ സിദ്ധിച്ചിട്ടുള്ളവരെ ജയിക്കാൻ ആര് വിചാരിച്ചാലും കഴിയുന്നതല്ലല്ലോ. പുളിയാമ്പിള്ളി നമ്പൂരി ഒരു നല്ല മന്ത്രവാദിയായിരുന്നു. അദ്ദേഹത്തെ മന്ത്രവാദത്തിനായി പലരും ക്ഷണിച്ചു കൊണ്ടുപോവുക പതിവായിരുന്നു. അദ്ദേഹം ഒഴിച്ചാൽ ഒഴിയാത്ത ബാധ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്പൂരി മന്ത്രവാദത്തിനും മറ്റുമായി അന്യസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ദേവി പ്രത്യക്ഷമൂർത്തിയായിട്ട് അദ്ദേഹത്തോട് കൂടി പോവുക പതിവായിരുന്നു. എങ്കിലും അത് അന്യന്മാർക്ക് അപ്രത്യക്ഷം തന്നെയായിരുന്നു. ഒരു ദിവസം നമ്പൂരി എവിടെയോ പോയി ഒരു മന്ത്രവാദം കഴിഞ്ഞ് അർദ്ധരാത്രി നമ്പൂരി മുമ്പും ദേവി പിമ്പുമായി ഇല്ലത്തേക്ക് പുറപ്പെട്ടു. കുറേ വഴി പോന്നതിൻ്റെ ശേഷം ഒരിക്കൽ നമ്പൂരി തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവിയെ കണ്ടില്ല. എവിടെ പോയതായിരിക്കും എന്ന് സംശയിച്ച് കുറച്ചു നേരം തിരിഞ്ഞു നിന്നു. എന്നിട്ടും കാണുകയാൽ നമ്പൂരിക്ക് വളരെയധികം ദുഃഖമുണ്ടായി. ഒന്ന് അന്വേഷിച്ചിട്ട് വേണം പോകാനെന്ന് നിശ്ചയിച്ച് അദ്ദേഹം പോന്ന സ്ഥലത്തേക്ക് തന്നെ തിരികെ പുറപ്പെട്ടു. കുറച്ചു ചെന്നപ്പോൾ വഴിക്ക് സമീപം ഒരു പറയൻ്റെ മാടത്തിൽ ഒരു പറയൻ ഒരു വാളും പീഠവും വെച്ച് ദേവിയെ പൂജിക്കുന്നതും കൊട്ടുന്നതും ചില സ്തോത്രങ്ങൾ ചൊല്ലി സ്തുതിക്കുന്നതും ദേവി ആ പൂജ ഏറ്റുകൊണ്ട് ആ പീഠത്തിന്മേലിരിക്കുന്നതും നമ്പൂരി കണ്ടു. ദേവിയെ പറയനെ കാണാൻ പാടില്ലായിരുന്നു താനും. അവൻ്റെ പൂജയും മറ്റും കഴിയുന്നതുവരെ നമ്പൂരി എല്ലാം കണ്ടും കൊണ്ട് വഴിയിൽ തന്നെ നിന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ദേവി എഴുന്നേറ്റ് അവിടെ നിന്ന് പുറപ്പെട്ട് നമ്പൂരിയുടെ അടുക്കൽ വന്നു. അപ്പോൾ നമ്പൂരി, അല്ലയോ ദേവി, ഈ പറമാടത്തിലും മറ്റും എഴുന്നള്ളിയിരിക്കുന്നത് വലിയ കഷ്ടമാണ്. മന്ത്രതന്ത്രാദികളൊന്നുമില്ലാതെ നീചനായ പറയൻ പൂജിച്ചേനെ അവിടുന്ന് കൈകൊള്ളുകയും അവൻ്റെ നിവേദ്യാംശത്തെ അവിടുന്ന് അനുഭവിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് വല്ലാതെ തോന്നി. ഇനി മേലാലെങ്കിലും ഇങ്ങനെയുള്ളതിന് പോകാതിരുന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു. ഇത് കേട്ട് ദേവി ചിരിച്ചുകൊണ്ട്, അല്ല, അങ്ങിതുവരെ എൻ്റെ സ്വഭാവം നല്ലതുപോലെ അറിഞ്ഞിട്ടില്ല അല്ലേ? അങ്ങേക്ക് മനഃശുദ്ധിയും ഭക്തിയും മതിയായിട്ടില്ല. എന്നെക്കുറിച്ച് ഭക്തിയുള്ള എല്ലാവരും എനിക്കൊന്നുപോലെ തന്നെയാണ്. ചണ്ടാലിനെന്നും ബ്രാഹ്മണനെന്നുമുള്ള വ്യത്യാസം എനിക്കില്ല. ഭക്തിയുള്ളവർ ആര് വിളിച്ചാലും എനിക്കവിടെ പോകാതിരിക്കാൻ നിവർത്തിയില്ല. ഞാൻ മന്ത്രതന്ത്രാദികളേക്കാൾ ഗണിക്കുന്നത് ഭക്തിയാണ്. ഈ തത്വം അറിഞ്ഞിട്ടില്ലാത്ത അങ്ങയുടെ കൂടെ ഞാൻ ഇനി വരുന്നില്ല. ഇനി അങ്ങേക്ക് എന്നെ കാണാനും കഴിയില്ല. എങ്കിലും പതിവിൻ പ്രകാരം ഭക്തിയോടുകൂടി എന്നെ ഉപാസിച്ചുകൊണ്ടിരുന്നാൽ അങ്ങ് വിചാരിക്കുന്ന കാര്യമെല്ലാം ഞാൻ സാധിപ്പിച്ചു തരികയും ചെയ്യാം എന്നരുൾ ചെയ്ത് അവിടെ തന്നെ അന്തർധാനം ചെയ്തു. അതിൽ പിന്നെ നമ്പൂരി ദേവിയെ കണ്ടിട്ടില്ല. ദേവി അപ്രത്യക്ഷമായതിൻ്റെ ശേഷം അധികകാലം അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുമില്ല. പുളിയാമ്പിള്ളി നമ്പൂരിയെ മലയാളത്തിൽ പല ദേശങ്ങളിലും പല ജനങ്ങളും ഇന്നും കുടുംബ പരദേവതയായി വെച്ചാരാധിക്കുന്നുണ്ട്. കർക്കടക മാസത്തിലും തുലാമാസത്തിലും മറ്റും പുളിയാമ്പിള്ളി നമ്പൂരിക്ക് വെള്ളം കുടിവയ്ക്കുക എന്നൊരു കാര്യവും പലയിടത്തും നടപ്പുണ്ട്. പുളിയാമ്പിള്ളി നമ്പൂരിക്ക് വെള്ളം കുടിവെച്ച് പ്രാർത്ഥിച്ചാൽ സകല കാര്യങ്ങളും സാധിക്കുമെന്നാണ് ചിലരുടെ വിശ്വാസം. സന്തതി ഉണ്ടാകാനായിട്ടും സമ്പത്തുണ്ടാകാനായിട്ടും ബാധോപദ്രവങ്ങൾ, രോഗങ്ങൾ മുതലായവ മാറുന്നതിനായിട്ടും നമ്പൂരിക്ക് വെള്ളം കൂടി പ്രാർത്ഥിക്കുക പലയിടത്തും നടപ്പാണ്. മോഷണം തെളിയിക്കുന്ന വിഷയത്തിലാണത്രേ ഇത് പ്രധാനം. പുളിയാമ്പിള്ളി നമ്പൂരിക്ക് വെള്ളം കൂടി പ്രാർത്ഥിച്ചാൽ
തെളിയാത്ത മോഷണം ലോകത്തിലില്ലെന്നാണ് ചിലർ പറയുന്നത്. വെള്ളം കൂടി പ്രാർത്ഥിച്ചാൽ 41 ദിവസത്തിനകം മോഷ്ടിച്ചവൻ മാപ്പ് ചോദിച്ചുകൊണ്ട് മോഷണ തോണ്ടി ഉടമസ്ഥൻ്റെ പാദത്തിങ്കൽ കൊണ്ടുചെന്ന് നമസ്കരിക്കും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ മോഷ്ടാവും അവൻ്റെ തറവാട്ടിലുള്ള എല്ലാവരും രക്തം ഛർദ്ദിച്ച് മരിക്കും. കാര്യം സാധിച്ചിട്ട് പ്രാർത്ഥന നടത്താതെ ഇരുന്നാൽ മോഷ്ടാവിൻ്റെ അനുഭവം തന്നെ ഉടമസ്ഥനും സിദ്ധിക്കും. പുളിയാമ്പിള്ളി നമ്പൂരിയുടെ സ്വഭാവം കായംകുളം വാളുപോലെ ഇരുഭാഗത്തും മൂർച്ചയുള്ളതാണ്. ഇദ്ദേഹത്തെ പോലെ ഉഗ്രമൂർത്തിയായിട്ട് വേറെ യാതൊരു മൂർത്തിയുമില്ല എന്നിങ്ങനെ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ ഇക്കാലത്ത് ധാരാളമുണ്ട്. വളരെ കാലം മുമ്പേ മരിച്ചു പോയതിനെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഭയഭക്തി വിശ്വാസ ബഹുമാനങ്ങൾ ഇക്കാലം വരെ നിലനിൽക്കണമെങ്കിൽ ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഇദ്ദേഹത്തിൻ്റെ ദിവ്യത്വങ്ങളും അത്ഭുത കർമ്മങ്ങളും സാമാന്യമൊന്നുമല്ലായിരുന്നെന്ന് എല്ലാവർക്കും ഊഹിച്ചറിയാവുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ ഇല്ലം കോഴിക്കോട്ടായിരുന്നുവെന്നും ഇദ്ദേഹം ചരമഗതിയെ പ്രാപിച്ചിട്ട് ഇപ്പോൾ 500 സംവത്സരങ്ങൾ അധികമായിരിക്കുന്നു എന്നുമാണ് കേട്ടിരിക്കുന്നത്. കുഞ്ചുമൺ പോറ്റിയും മറ്റ് മാന്ത്രികരും എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണും വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.